ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെ ഇടവേളയില്ലാതെ നെട്ടോട്ടമോടുകയാണ് നടന്മാർ ഉൾപ്പെടെയുള്ളവർ. അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ചയാണ്. നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്ത് നിന്ന് ഉടൻ മടങ്ങേണ്ട എന്ന് യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ തീരുമാനമെടുക്കേണ്ടി വന്നു. മലയാള സിനിമയുടെ ബാനറിൽ അമ്മയും മക്കളും നിർമ്മിച്ച ഡർട്ടി പിക്ചർ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെ ഭേദിച്ച് മുന്നേറുകയാണ്. സിനിമയിലാകെ സർപ്രൈസ് എൻട്രികളാണ് ആദ്യാവസാനം. ഏറ്റവും ഒടുവിൽ നായകനും വില്ലനും സഹനടനും സംവിധായകനുമൊക്കെ ഈ കാണുന്ന കോടതിക്ക് മുന്നിലെത്തുന്നിടത്താണ് ട്വിസ്റ്റ്. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത്. അറസ്റ്റിനായി എതിരാളികൾ മുറവിളി കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്. മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖും. കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം. പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു. എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല. അമേരിക്കയിലുള്ള നടൻ ജയസൂര്യാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ്. നാട്ടിൽ വന്ന് പുലിവാല് പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം. താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല. നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ഇടവേള ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി. കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട്. പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത്. സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല. അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം. തമിഴ് സൂപ്പർ തിരപ്പടത്തെക്കാൾ ത്രില്ലടിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ്. ഇനി അറിയേണ്ടത് ഇന്റർവെല്ലിന് മുൻപ് കോടതിയുടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുമോ എന്നാണ്. അതില്ലാത്ത പക്ഷം ക്ലൈമാക്സ് പൂജപ്പുരയിൽ തന്നെയെന്ന ഉറപ്പ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഒട്ടുമിക്ക കമന്റുകളും കാണാൻ കഴിയുന്നത് സിനിമാ മേഖലയിലെ ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന വിവാദം, വെളിപ്പെടുത്തലുകൾ, അത് പരാതിയായി പിന്നീട് മാറുന്നത്, അന്വേഷണ സംഘം വരുന്നത്, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അതിനെയൊക്കെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർ പുറത്തു വരട്ടെ എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചില ആളുകൾ. നിങ്ങൾക്കിത് മാത്രമേ പറയാനുള്ളൂ, മറ്റു വാർത്തകളൊക്കെ എവിടെ എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്. കോട്ടയത്ത് പെരുമഴയാണ് എന്ന് പറയുന്നു ജോസ്വിൻ ജോസഫിനെ പോലുള്ള പ്രേക്ഷകൻ. പാലക്കാട് നല്ല മഴയുണ്ട് എന്ന് നമിത ഫാത്തിമ എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നു. മറ്റു വാർത്തകൾ കൂടി കാണിക്കണേ എന്നുള്ളൊരു അഭിപ്രായം ഹസ്ന നാസിർ എന്ന് പറയുന്ന പ്രേക്ഷക പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അത് സമയത്തിനനുസരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം.